There is another unit for measurement of an angle called the radian measure. So വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ് ഓഫ് ആംഗിൾ ആണിത് റേഡിയൻ മെഷർ. ഇനി ഈ ചാപ്റ്ററിൽ മുഴുവൻ ട്രിഗണോമെട്രിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആംഗിളിൻ്റെ മെഷർ എന്ന് പറഞ്ഞാൽ റേഡിയൻ മെഷറാണ്. സോ എന്താണ് റേഡിയൻ മെഷർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഹിയർ വി കൺസിഡർ എ യൂണിറ്റ് സർക്കിൾ. വാട്ട് ഡു യു മീൻ ബൈ യൂണിറ്റ് സർക്കിൾ? യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ സർക്കിൾ ഓഫ് റേഡിയസ് 1 യൂണിറ്റ്. 1 യൂണിറ്റ് റേഡിയസ് ഉള്ള ഒരു സർക്കിൾ. സോ സെന്റർ O ആണ്. A and B are 2 points on the circle. സോ സെന്ററിൽ നിന്ന് സർക്കിളിലെ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ്. സോ OA is radius, OB is also radius, and here this is unit circle. So radius equal to 1 unit. So ഇത് 1 യൂണിറ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു ആർക്ക് കാണാം, AB എന്ന ആർക്ക്. Suppose the length of this arc AB is again 1 unit. Then the angle subtended at the center by the arc of length 1 unit in a unit circle is said to have measure of 1 radian. So in the figure നിങ്ങൾക്കൊരു ആംഗിൾ കാണാം. OA is the initial side, OB is the terminal side. Angle measure is 1 radian. So what is 1 radian? 1 radian എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക? Angle subtended at the center by an arc of length 1 unit in a unit circle. It is 1 radian. 1 radian is the angle subtended at the center of a unit circle, that means radius 1 unit, by an arc of length 1 unit. 1 radian can be written as 1 radian or 1 rad or 1, നമ്മൾ ഡിഗ്രിക്ക് 0 ഇടുകയാണെങ്കിൽ ഇവിടെ നമ്മൾ C എന്ന് എഴുതും. ഓക്കെ, ഇങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ 1 റേഡിയൻ ഡിനോട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് യൂണിറ്റ് സർക്കിൾസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അവിടെ OA OB റേഡിയസ് ആണ്, യൂണിറ്റ് സർക്കിളാണ്. സോ 1 യൂണിറ്റ് വീതം. സപ്പോസ് ഇവിടെ AB എന്ന ആർക്കിൻ്റെ ലെങ്ത് 1 യൂണിറ്റ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ OAയിൽ നിന്ന് OBയിലേക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ ആംഗിൾ മെഷർ ചെയ്താൽ അത് 1 റേഡിയൻ ആയിരിക്കും. രണ്ടാമത്തെ ഫിഗറിൽ നോക്കുക, OA OB യൂണിറ്റ് സർക്കിളാണ്. ദിസ് ഇസ് റേഡി ഓഫ് ദ സർക്കിൾ. സോ യൂണിറ്റ് വരുമ്പോൾ 1 യൂണിറ്റ് വരും. AB എന്ന ആർക്കിൻ്റെ ലെങ്ത് 1 യൂണിറ്റ് തന്നെയാണ്. ഇനിഷ്യൽ സൈഡായ OAയിൽ നിന്ന് ടെർമിനൽ സൈഡായ OBയിലേക്ക് എത്താൻ ആംഗിൾ നമ്മൾ ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ മെഷർ ചെയ്യണം. സോ ഈ ആംഗിളിൻ്റെ മെഷർ ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആകുമ്പോൾ നെഗറ്റീവ് ആണ്. -1 റേഡിയൻ ആണ്. ഇവിടെ OA OB യൂണിറ്റ് സർക്കിളാണ്. സോ OA1 OB1. Suppose the length of this arc is 1.5 unit. അങ്ങനെയാണെങ്കിൽ ആംഗിൾ പോസിറ്റീവ് ആണ്. ബിക്കോസ് OA is the initial side, OB is the terminal side. From initial side to terminal side, angle should be measured in anti-clockwise direction. So angle is positive. It is 1.5 radian. ഇത് OA OB യൂണിറ്റ് സർക്കിളാണ്. ലെങ്ത് ആർക്കിൻ്റെ ലെങ്ത് 1.5 യൂണിറ്റ് തന്നെ. പക്ഷേ ഇവിടെ ആംഗിൾ നമ്മൾ മെഷർ ചെയ്യേണ്ടത് ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ്. So this angle is -1.5 radian.
OA, OB, I'm taking 1 unit circle ആണ്. And suppose this arcന്റെ length 2 units ആണെന്ന് വിചാരിക്കുക. So, angle measure in anti-clockwise direction, it is 2 radian. OA, OB, unit circle, radius 1 unit. Suppose length of arc is 2 units. Then the angle measure is in clockwise direction. It is -2 radian. അപ്പോൾ നിങ്ങൾക്ക് ആർക്കിൻ്റെ ലെങ്ത്തും റേഡിയൻ മെഷറുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, യൂണിറ്റ് സർക്കിളാണ് കൺസിഡർ ചെയ്തത്. യൂണിറ്റ് സർക്കിൾ കൺസിഡർ ചെയ്തപ്പോൾ ആർക്കിൻ്റെ ലെങ്ത് എന്താണോ അത് തന്നെയാണ് റേഡിയൻ മെഷറും വരുന്നത്. ഡിറക്ഷൻ അനുസരിച്ച് അത് പോസിറ്റീവും നെഗറ്റീവും ആയി. സോ നമുക്ക് അത് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് കാണണം. ആർക്ക് ലെങ്ത്തും സെൻട്രൽ ആംഗിളും റേഡിയസും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നമുക്കിനി ചെക്ക് ചെയ്യാം.